എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യലായ മുട്ട സുർക്ക. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലോ എന്നെ കെട്ടിച്ചുട്ടത് കായംകുളമാണ്. അവിടെ ഒന്നും ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇത് ഉണ്ടാക്കി നോക്കിയപ്പം ഒരുപാട്, എനിക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇറച്ചിക്കറികളുണ്ടല്ലോ, അതിനോട് കഴിക്കാൻ നല്ലൊരു ഐറ്റമാണിത് കേട്ടോ. ചുമ്മാ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പച്ചരി കുതിരാൻ വെക്കുന്ന സമയം മാത്രം മതി. അല്ലാതെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിൽ 4 മണിക്കൂർ കുതിരാനിട്ടിരുന്നു. അത് കഴുകി വെള്ളമെല്ലാം മാറുന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1 കോഴിമുട്ട എന്നാണ് ഇതിൻ്റെ അളവ് കേട്ടോ. 2 കപ്പ് അരി എടുത്തേക്കുന്നത് കൊണ്ട് 2 കോഴിമുട്ടയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് ചോറും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചുമന്നരിയുടെ ചോറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ളച്ചോറ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം. നല്ല നൈസായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഞാൻ ഇവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലിമാവിൻ്റെ ആ ഒരു രീതി വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. മാവ് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ മാവ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലായി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം വലിപ്പത്തിലുള്ള 1 ക്യാരറ്റാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 3 പച്ചമുളക് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തില്ലെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റിയേ. പക്ഷേ നമ്മൾ പച്ചമുളകും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ നല്ലതായിട്ട് നമുക്കിതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് എങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പൂരിക്ക് ഒഴിച്ചു കൊടുക്കുന്ന അത്രയും എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട, എന്നാൽ ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കണം. മാവ് അങ്ങ് ഒത്തിരി ഒഴിച്ച് കൊടുക്കില്ല. ഇപ്പോൾ വലിയ തവിയാണെങ്കിൽ ഒരു 1/4 തവി മാവ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ അടിയിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് പൊങ്ങി വരും കേട്ടോ. ഇത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിതുപോലെ കുറേശ്ശെ എണ്ണ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പൂരിയൊക്കെ പൊങ്ങി വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് കുറേ അങ്ങ് പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വന്നു കഴിയുമ്പോഴത്തേക്ക് തീ നിങ്ങൾ മീഡിയത്തിലിട്ട് കൊടുക്കുക. തീ മീഡിയത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിതിനങ്ങ് വേവിച്ചെടുക്കണം. പൂരിയൊക്കെ ഫ്രൈ ആയി വരുന്ന പോലെ ഇത് ഫ്രൈ ആയി വരണം. കാരണം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടണമല്ലോ. അന്നേരം ഇതിൽ തീ മീഡിയത്തിലിട്ട് നമുക്ക് തിരിച്ചു മറിച്ചും ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കളറായി കഴിയുമ്പോഴാണ് ഞാൻ ഇതിനെ കോരി മാറ്റുന്നത്. നമുക്കിതിനെ കോരി മാറ്റിയിട്ട് ബാക്കിയെല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്കിത് മൊത്തത്തിൽ 12 പീസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പൊങ്ങിയും വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എൻ്റെ പുറഭാഗം ഇങ്ങനെ കുറേ കൂടെ അങ്ങ് വീർത്തിരിക്കും കേട്ടോ. ഞാൻ ഇത് മുറിച്ച് എൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നത് എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ രീതിയിലാണ് എൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. അതുപോലെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് അരച്ച് ഉടനെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് അങ്ങനെ കട്ടിയോ കാര്യങ്ങളൊന്നുമല്ല, നല്ല സോഫ്റ്റാണ്. ഞാൻ ഇതിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ സ്ഥലക്കാരൊന്നും ഇത് അങ്ങനെ ഉണ്ടാക്കാത്ത സംഭവമാണ്. ഇത് കഴിച്ചിട്ടില്ല, എൻ്റെ പേര് പോലും നമ്മളിത് കേട്ടിട്ടില്ല. അന്നേരം ഇത് നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇതിലെന്തെങ്കിലും പ്രത്യേകതകളോ കാര്യങ്ങളോ ഇത് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. കാരണം നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്, ആദ്യമായിട്ട് കഴിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവർ ഇതിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് കമൻറ്റ് ഇട്ട് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാത്തവർ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.